ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കേട്ടറിവ് വെച്ച് 18 വയസ്സുവരെ അവള് പത്മയായിരുന്നു. പക്ഷേ ആദർശ ധീരതയുടെയും കരുത്തിന്റെയും വാശിയുടെയും കാര്യത്തിൽ അവള് നിന്നെപ്പോലെയാ. നീ വാടാ. നീ ആ വാതിലങ്ങ് ചാരിക്കേ. എന്താ എടാ മണ്ട, നീ കണ്ടില്ലേ പ്രതാപന്റെ മാറ്റം? അതാണോ? അത് ഞാൻ പറയാൻ പോവായിരുന്നു. അയാൾക്കിപ്പോ ആ ഋതികയോട് മുടിഞ്ഞ സ്നേഹം. എടാ അതാ ഞാനും പറയാൻ വന്നേ. ഇക്കാലം അത്രയും അവളെയും പ്രതാപനെയും തമ്മില് ഞാൻ അകറ്റി നിർത്തിയിരിക്കുവായിരുന്നു. എപ്പോഴെങ്കിലും അവരടുക്കൂന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോയാ അപ്പോ ഞാൻ എന്തെങ്കിലും ഒരു വേല വെച്ച് അവരെ അകറ്റും. എന്നാലേ ഇപ്പൊ അങ്ങേർക്ക് അവളോട് വലിയ അടുപ്പോ? എടാ 2 ആഴ്ച മുൻപ് ഏറ്റവും വലിയൊരു ബോംബ് പൊട്ടിയതാ. പ്രതാപന്റെ മകളല്ല ഋതികയെന്ന് അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അല്ല, അതിലൊരു സത്യമുണ്ടോ അമ്മേ? എവിടെ? പത്മയും പ്രതാപനെയും തമ്മിൽ അകറ്റാൻ ഞാൻ നിർമ്മിച്ച ബോംബല്ലേ അത്. ഇത്രയൊക്കെ ആയിട്ടും അവളോട് പ്രതാപന് ഇത്ര ഇഷ്ടം വരാൻ കാരണം എന്താ? നീയേ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കേ. അന്വേഷിക്കാമേ. ആ പ്രതാപ, പ്രതാപ. അമ്മയോ? അമ്മയിരിക്ക. നിന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. അല്ലമ്മേ, ഞാൻ മോളെ കുറിച്ച് ഓർക്കായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പത്നിയുമായിട്ടുള്ള അകൽച്ച കാരണം എനിക്കവളെ സ്നേഹിക്കാനോ ലാളിക്കാനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, പല പ്രാവശ്യം ഞാൻ അവളെ കരയിപ്പിച്ചിട്ടുണ്ട്. ഋതികേ, നീ എന്റെ ചേച്ചിയുടെ നേരെ കൈപൊക്കാൻ മാത്രം വളർന്നോടി. വേണ്ട, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നിന്നോട് മര്യാദയ്ക്ക് പെരുമാറിയത് തന്നെ എനിക്കിപ്പോ തെറ്റാന്നാ തോന്നുന്നത്. നിന്റെ ഈ സ്വഭാവം കാണുമ്പോഴാ നീ എന്റെ മകളെല്ലാം തോന്നുന്നു. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് കുറ്റബോധവും സങ്കടവും ഒക്കെ തോന്നുക. അതാ ഇപ്പൊ എപ്പോഴും മോളെ കാണണമെന്ന് തോന്നുക. കാണണമെന്ന് എനിക്ക് തോന്നുമ്പോ അവളിവിടെ ഇല്ല. അതെങ്ങനെ പറ്റും പ്രതാപ? അവള് രാജുവിന്റെ വീട്ടിലല്ലേ? ശരിയാ. അവളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? അതിനിപ്പോ രാജുവിന്റെ വീട് കാസർഗോഡോ മംഗലാപുരത്തൊന്നും അല്ലല്ലോ. നിനക്ക് കാണണമെന്ന് എപ്പോ തോന്നിയാലും ഒന്ന് ഫോൺ ചെയ്താ പോരെ? നിന്റെ മാനസപുത്രനല്ലേ മരുമോൻ. അവൻ 5 മിനിറ്റ് കൊണ്ട് അവളായിട്ട് ഇങ്ങ് പറന്നെത്തില്ലേ? അത് ശരിയാ അമ്മേ. ഞാൻ ഇപ്പോഴാ തിരിച്ചറിയുന്നേ ഞാൻ എത്ര ഭാഗ്യവനാ. അവൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ട് ഞാൻ പകച്ചു നിന്നുപോയി. ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ മോളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി.
3 ആൺമക്കളുള്ള ഒരു അച്ഛൻ എനിക്ക് ആൺമക്കളില്ല എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചപ്പോ അത് കേട്ടുകൊണ്ട് വന്ന എന്റെ മോൾ എന്താ ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? ഞാൻ കേട്ടു. അമ്മ കേട്ടതുപോലെ ഒന്നും ആയിരിക്കില്ല സത്യം. ഞാൻ പറയാം. തേച്ച് പഠിച്ച് ഇരുമ്പ് മറ പോലുള്ള ഷർട്ട് മുണ്ടുവിട്ട് നെളിഞ്ഞു വന്നു നിന്ന് പ്രതാപവർമ്മ എന്ന എന്റെ അച്ഛനോട് വലിയ വർത്തമാനം പറയരുത്. പറഞ്ഞ തന്റെ നാവ് പിഴുതെടുക്കാൻ പ്രതാപവർമ്മയ്ക്ക് ആൺമക്കള് തന്നെ വേണമെന്നില്ല. ഈ ഒരു പെൺമകള് തന്നെ ധാരാളം. എനിക്ക് മനസ്സിലാവും പ്രതാപ. നീ വിശദീകരിച്ചാലില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും. നിനക്കെന്നും കരുത്തായി നിന്റെ മകളുണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ നിന്നോടൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്റെ കുട്ടിയെ കണ്ടത് 22 വയസ്സായപ്പോഴാ, അവളുടെ കല്യാണത്തിന് തൊട്ടു മുമ്പ്. എന്റെ കേട്ടറിവ് വെച്ച് 18 വയസ്സ് വരെ അവള് പത്മയായിരുന്നു. പക്ഷേ ആദർശ ധീരതയുടെയും കരുത്തിന്റെയും വാശിയുടെയും കാര്യത്തിൽ അവള് നിന്നെപ്പോലെയാ. നിന്നെപ്പോലെയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നിന്നെക്കാളും ഒരു പടി കൂടി മുന്നില. അവളെ നിന്റെ മകളാണല്ലോ എന്നോർത്ത് നിനക്ക് അഭിമാനിക്കാം. വരും കാലങ്ങളിൽ ഋതികയുടെ അച്ഛനെന്ന പേരിലായിരിക്കും നീ അറിയപ്പെടാൻ പോകുന്നത്. അന്നൊരു പക്ഷേ ഞാനുണ്ടായെന്ന് വരില്ല, എങ്കിലും എന്റെ വാക്കുകൾ സത്യമാകും. അവളിവിടെ ഉണ്ടാവുമെന്ന് കരുതി ഞാൻ ഓടി വന്നത്. എനിക്ക് അവളോട് സംസാരിക്കണം. ഇനിയിപ്പോ നാളെ അവരെ കാത്തിരിക്കണം. നീ ഒന്ന് ഫ്രഷായി വാ, നമുക്ക് അത്താഴം കഴിക്കാം. അമ്മ ചെല്ല, ഞാൻ വരാം. ശരി പ്രതാപ. എന്റെ ഡാർലിംഗ് വരാനെന്താ ഇത്ര വൈകുന്നേ? ഈ കാമുകന്റെ ക്ഷമ കെടുന്നു.